ഇപ്പോൾ വിംസ് ആശുപത്രിയിൽ നിന്നും സമീർ ബിൻ കരീം കൂടി ചേരുന്നുണ്ട്. സമീർ, ഈ ആശുപത്രിയിലേക്ക് കൂടുതൽ പേർ എത്തിയത് വിംസിലേക്കാണ്. അവിടെ ഉറ്റയുടെ നഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്, ഒപ്പം തന്നെ രക്ഷപ്പെട്ട് വന്നവരുമുണ്ട്. ആ രക്ഷപ്പെട്ട് വന്ന ആൾക്കാരുടെ പ്രതികരണങ്ങൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. അതെന്താണ് യഥാർത്ഥത്തിലൂടെ സംഭവിച്ചതിൻ്റെ ഭീതി എത്രമാത്രമുണ്ട് എന്ന് അവരുടെ വാക്കുകളിൽ പ്രകടവുമായിരുന്നു. അതിൽ പലർക്കും ഭക്ഷണം പോലും കിട്ടിയിട്ടില്ല എന്നൊക്കെ നേരത്തെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നിലവിലെ സാഹചര്യം ആശുപത്രിയിൽ എന്താണ്? അവിടെ കൃത്യമായ ഈ പറയുന്ന കിടക്കുകളും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടോ? ഈ പരിക്കേറ്റ ആൾക്കാരുടെ എണ്ണം എത്രയാണ്? അതൊക്കെ കൃത്യമായി തിട്ടപ്പെടുത്തി കാണുമല്ലോ ഇതിനോടകം തന്നെ. അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? പ്രജർ നിലവിൽ ആശുപത്രിയിൽ കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. ഇവിടെ എത്തിയ മുഴുവൻ രോഗികൾക്കും എല്ലാവിധ ചികിത്സയും മെച്ചപ്പെട്ട ചികിത്സയും നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മന്ത്രിമാരടങ്ങുന്ന സംഘമൊപ്പം തന്നെ ആശുപത്രി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഇതിനെല്ലാം നേതൃത്വം നൽകിയ ഡോക്ടർ ഷാനവാസ് നമ്മോടൊപ്പം ചേരുകയാണ്. നിലവിൽ ഈ സർക്കാരിന്റെ അഭ്യർത്ഥന മാനിച്ച് കൂടുതൽ സൗകര്യം ഒരുക്കിയിരിക്കുകയാണല്ലേ? അതെ അതെ. നിലവിൽ നമുക്ക് ICU ആണ് ഞങ്ങൾക്ക് ഏറ്റവും വിഷമം ഒരു ഇഷ്യൂ ഉണ്ടായ ഏരിയ. അതായത് നമുക്ക് നിലവിൽ 56 ICU ഉണ്ട്. നേരത്തെ ഓൾറെഡി ഉള്ള രോഗികളും ഉണ്ടായിരുന്നു. അപ്പോൾ 9 വളരെ സിക്കായിട്ടുള്ള പേഷ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നതുകൊണ്ട് ICUയുടെ സ്ട്രെങ്ത് കൂട്ടാമെന്നായിരുന്നു ഞങ്ങളുടെ ഒരു തീരുമാനം. അതിൽ DMO ഇടപെട്ടിട്ടുണ്ട്, കളക്ടർ ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെ ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് 16 വെന്റിലേറ്റർ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അതുമായിട്ടുള്ള സപ്പോർട്ടിംഗ് എക്യുപ്മെൻറ്റ് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു അഡീഷണൽ ICU സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. കൂടുതൽ ആളുകൾ രക്ഷപ്പെട്ടു വരികയാണെങ്കിൽ അവർക്ക് മെച്ചപ്പെട്ട ചികിത്സ നൽകാനുള്ള ഒരു സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഡോക്ടേഴ്സ് നഴ്സസ് സഫീഷ്യന്റ് ആയിട്ടുള്ള നമ്പേഴ്സ് നമുക്കിപ്പോൾ ഉണ്ട്. നിലവിൽ ഈ ഷിഫ്റ്റെല്ലാം കഴിഞ്ഞ് പോയവരൊക്കെ തിരിച്ചു വിളിച്ച് അങ്ങനെ ഉണ്ടായതല്ലേ? അതെ, നമ്മൾ ഇന്നലെ നൈറ്റിലെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വരെ വിട്ടിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും നിൽക്കുമായിരുന്നു. നമ്മളാരും അവരോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഇപ്പൊ ഞങ്ങളെ പേടി ഇപ്പം ഈ മഴ തന്നെയാണ്. ഈ മഴ തിന്നിട്ടില്ല. വീണ്ടും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ സപ്പോർട്ടും ഇവിടുന്ന് ഉണ്ടാവും. നിലവിൽ എത്ര പേര് ഇവിടെ ചികിത്സയിൽ കഴിയുന്നുണ്ട്? അതിന്റെ കണ്ടീഷൻ 146 പേരാണ് നമുക്ക് നിലവിൽ IP ആയിട്ടുള്ളത്, ഇൻപേഷ്യന്റ് ആയിട്ടുള്ളത്. അതിനകത്ത് 30ഓളം ആളുകളെ, സിക്കല്ലാത്ത ആളുകളെ നമ്മൾ വൈത്തിരി ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. എത്ര പേര് ICUയിൽ വെന്റിലേറ്ററിനൊപ്പം തന്നെ അങ്ങനെ കണക്ക് എങ്ങനെയാണ്? 9 രോഗികളാണ് നമ്മൾ ICUയിലുള്ളത്. ഒരാള് ഒറീസക്കാരനാണ്, അയാൾ ഡോക്ടറാണ്. അദ്ദേഹം ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. ഹെഡ് ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്. കുറച്ച് അവരെ വേറെ ബോട്ട് ചെക്ക് ചെയ്യാൻ കുറച്ച് സമയം എടുത്തെങ്കിലും ഇപ്പം കണ്ടെത്തിയിട്ടുണ്ട്. അവർ 4 പേരായിരുന്നു. 2 പേര് മിസ്സിംഗ് ആണ്. 2 ഡോക്ടേഴ്സാണ് മിസ്സിംഗ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഉള്ളത് ഇവിടെ ഒരു ഡോക്ടറും അവരുടെ ഒരു വൈഫുമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ 12ഓളം മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ എത്ര ബോഡി തിരിച്ചറിഞ്ഞു? എത്ര എണ്ണം നിലവിൽ TSCയിലേക്ക് കൊണ്ടുപോയി? നമുക്ക് 10 ബോഡിയാണ് ഇവിടെ ബ്രോഡ് ഡെഡ് കേസ് വന്നത്. അതിനകത്ത് ഞങ്ങൾ ഇവിടെ എത്തിയ സമയത്ത് 5 എണ്ണം ഐഡന്റിഫൈഡ് ആയിരുന്നു. 5 എണ്ണം ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇവിടെ തന്നെ ഇൻക്വസ്റ്റ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ മേപ്പാടിയിലേക്ക് തന്നെ മേപ്പാടി PHCയിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ബോഡിയും കൊടുത്തയച്ചിട്ടുണ്ട്. അതെ അതെ. നിലവിൽ എല്ലാ ബോഡി ഐഡന്റിഫൈ ചെയ്തല്ലേ? ഇല്ല, 12 ബോഡി കിട്ടിയതിനകത്ത് 7 ബോഡികളാണ് ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. അത് മൊത്തത്തിൽ ഒരു ബോഡി മാത്രമേ ഇപ്പോൾ ഇവിടെ നിലവിലുള്ളൂ. അത് ഇൻക്വസ്റ്റ് ചെയ്തതിനു ശേഷം PHCയിലേക്ക് കൊണ്ടുപോകും. ഏതായാലും ഈ ആശുപത്രി വിപുലമായ സംവിധാനങ്ങളാണ് നിലവിൽ ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ജില്ലാ ഭരണകൂടത്തിന്റെ ഒപ്പം തന്നെ DMO ഉൾപ്പെടെയുള്ളവരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് കൂടുതൽ വെന്റിലേറ്ററുകൾ സർക്കാർ സംവിധാനത്തിന്റെ സഹായത്തോടു കൂടി ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ 50ലധികം ICUകൾ നിലവിൽ ഇവിടെ സജ്ജമാണ്. ഏതായാലും നാളെ രക്ഷാപ്രവർത്തനം നടത്തി കൂടുതൽ പേർ രക്ഷപ്പെട്ട് ഇങ്ങോട്ട് എത്തുകയാണെങ്കിൽ അവർക്ക് മെച്ചപ്പെട്ട ചികിത്സ നൽകാനുള്ള എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ മൃതദേഹങ്ങളും അതോടൊപ്പം തന്നെ രക്ഷപ്പെട്ടു വന്ന ആളുകളും ഇങ്ങോട്ടേക്ക് ആംബുലൻസുകളിൽ നിരനിരയായി വരുന്നതായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. ഇവിടെയുള്ള ആശുപത്രി സംവിധാനങ്ങളെല്ലാം തന്നെ ഒപ്പം അതോടൊപ്പം നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും സർക്കാർ സംവിധാനങ്ങളും എല്ലാം തന്നെ ചേർന്ന് പ്രവർത്തിച്ചപ്പോൾ കൂടുതൽ പേർക്ക് വളരെ കൃത്യമായി തന്നെ ചികിത്സ നൽകാൻ കഴിഞ്ഞു. എല്ലാവരെയും എത്തിയ ഉടനെ തന്നെ കേശവാലയത്തിലേക്ക് മാറ്റുന്നു, വേണ്ടപ്പെട്ട ചികിത്സ നൽകാൻ കഴിയുന്നു. അങ്ങനെ നമ്മൾ കണ്ട പ്രതികരണം ഡോക്ടേഴ്സ് പറഞ്ഞനുസരിച്ച് ഈ 12 ബോഡികൾ ലഭിച്ചു. അതിൽ 7 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു, 5 പേരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ എന്ന് പറയുന്നു. അപ്പോൾ അതിനൊക്കെയുള്ള ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്താണ്? ഒപ്പം നേരത്തെ രക്ഷപ്പെട്ടു വന്ന ആൾക്കാർ തന്നെ പറഞ്ഞത് പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയില്ല. ദൃശ്യങ്ങൾ കാണുമ്പോൾ അത് നമ്മുടെ നാടാണെന്ന് പോലും മനസ്സിലാകാത്ത രീതിയിൽ അത്രമാത്രം തകർന്നിരിക്കുകയാണെന്ന് പറയുന്നു. ആരൊക്കെ എങ്ങോട്ട് പോയി, ഏതൊക്കെ ഭാഗങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു, അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ടോ രക്ഷപ്പെട്ടോ, ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല. ഇപ്പോൾ അല്പം മുൻപ് പറഞ്ഞ ആവണി എന്ന് പറയുന്ന അവിടുത്തെ വിജിന എന്ന് പറയുന്ന ഒരു പ്രദേശവാസിയുടെ സുഹൃത്ത് പോലും പറയുന്നത് ഒരു വിവരവും ആരെക്കുറിച്ചും ഇല്ല എന്നാണ്. ഈ കാര്യങ്ങളിലൊക്കെ തന്നെ എങ്ങനെയാണ് അധികൃതർ ഇപ്പോൾ ഇടപെടുന്നത്? അത് എവിടെ വിളിച്ചു ചോദിക്കാൻ സാധിക്കും ഇവർക്ക്? എവിടെ നിന്നായിരിക്കും അവർക്ക് വിവരങ്ങൾ കിട്ടുക?
നിലവിൽ കൺട്രോൾ റൂമുകളെല്ലാം തന്നെ രാവിലെ തന്നെ മുതൽ തന്നെ തുറന്നിരുന്നു. അവരുമായി ബന്ധപ്പെട്ട എല്ലാ കൃത്യമായ വിവരങ്ങൾ ലഭിക്കും. അതോടൊപ്പം തന്നെ നിലവിൽ രക്ഷപ്പെട്ടു വന്ന ആളുകളെ ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആരൊക്കെ നിലവിൽ മിസ്സായിരിക്കുന്നു, അതോടൊപ്പം തന്നെ ആരൊക്കെ നിലവിൽ കണ്ടെത്താനുണ്ട് എന്നടക്കമുള്ള വിവരങ്ങൾ ആശുപത്രി അധികൃതരും ഒപ്പം തന്നെ സർക്കാർ സംവിധാനങ്ങളും ശേഖരിക്കുന്നുണ്ട്. ഇത് ഏതെങ്കിലും ആശുപത്രിയിൽ ഇത്തരത്തിലുള്ള ദുരിതാശ്വാസ ക്യാമ്പിലോ ഇവിടെ നിന്ന് മിസ്സായ ആളുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു. അങ്ങനെ അല്ലെങ്കിൽ അവർ ഒരു പക്ഷേ ഈ അപകടത്തിൽപ്പെട്ട് നിലവിൽ കാണാമറയത്തായിരിക്കാം എന്നുള്ള നിഗമനം ഈ നിലവിൽ രക്ഷാപ്രവർത്തകർക്കുണ്ട്. അങ്ങനെ ഈ ഒരു രീതിയിലാണ് നിലവിൽ തെരച്ചിൽ നടക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ ഇവിടെയുള്ള പല മൃതദേഹങ്ങൾക്കും ശരീരത്തിന്റെ പല ഭാഗങ്ങളും അറ്റുപോയ നിലയിലുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും തല അടക്കം അറ്റുപോയ അവസ്ഥയിലുള്ള പല മൃതദേഹങ്ങളും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം മൃതദേഹങ്ങളാണ് അല്ലെങ്കിൽ ഇത്തരം ബോഡികളാണ് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് എന്നുള്ളതാണ് ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു വസ്തുത. അതുകൊണ്ട് തന്നെ DNA പരിശോധന അടക്കമുള്ള ഒരു പക്ഷേ അടുത്ത ദിവസങ്ങളിൽ നടത്തേണ്ടി വന്നാൽ മാത്രമായിരിക്കും ഒരുപക്ഷെ ഇതൊക്കെ ആരുടേതാണെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ എന്നുള്ളതാണ് നിലവിൽ ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. ഏതായാലും നിലവിൽ ഇവിടെയുള്ളത് 12 മൃതദേഹങ്ങളായിരുന്നു. അതിൽ 7 എണ്ണം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇനി 5ഓളം മൃതദേഹങ്ങളാണ് തിരിച്ചറിയാനുള്ളത് എന്നുള്ളതാണ് ആശുപത്രി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം, ഇവിടെ ചികിത്സയിൽ കഴിയുന്ന 9 പേരാണ് നിലവിൽ തീവ്ര പരിചരണ വിഭാഗത്തിലുള്ളത്. ഇതിൽ ഒരാൾ വെന്റിലേറ്ററിൽ കഴിയുന്നു. ഇവരുടെ ആരോഗ്യനില മാത്രമാണ്, ക്ഷമിക്കണം, 3 പേരുടെ ആരോഗ്യനില മാത്രമാണ് ഇവിടെ ഗുരുതരമായി തുടരുന്നത്. മറ്റുള്ളവരെല്ലാം തന്നെ നിലവിൽ അപകടനില തരണം ചെയ്തു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ 133ഓളം ആകെ രക്ഷപ്പെട്ടു വന്ന ആളുകൾ ഇവിടെ ചികിത്സയിൽ കഴിയുന്നു. ഇവരെല്ലാം തന്നെ നിലവിൽ അത്ര സാരമല്ലാത്ത പരിക്കുകളാണ് ഇവർക്കുള്ളത് എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. ഇന്ന് ഏതാണ്ട് വൈകുന്നേരം മുതൽ രക്ഷപ്പെട്ടു വന്നിരിക്കുന്ന ആളുകൾക്ക് തന്നെ നിലവിൽ സാരമല്ലാത്ത പരിക്കുകളാണ് എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. ഏതാണ്ട് വൈകുന്നേരം വരെയുള്ള സമയങ്ങളിൽ എത്തിയവർക്കാണ് നിലവിൽ സാരമായ പരിക്കേൽക്കുകയും ഇവരെയാണ് നിലവിൽ പ്രധാനപ്പെട്ട ചികിത്സ നൽകേണ്ട ഒരു അവസ്ഥയിലേക്കും എത്തിയിരുന്നത്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള സമയങ്ങളിൽ രക്ഷപ്പെട്ടെത്തിയ കൂടുതൽ പേർക്കും സാരമല്ലാത്ത പരിക്കുകളായിരുന്നു. അവരാണ് നിലവിൽ ഈ വാർഡുകളിലൊക്കെ തന്നെ നിലവിൽ ഇപ്പോൾ കഴിയുന്നത്. നമ്മൾ അല്പസമയം മുന്നേ അവരുടെ പ്രതികരണങ്ങളെല്ലാം തന്നെ തേടിയിരുന്നു. അവർ പറയുന്നത് മരണത്തെ മുഖാമുഖം കണ്ട ഭാഗത്ത് നിന്ന് ഞങ്ങൾ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു വന്നു, ജീവിതം തിരിച്ചു കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിതല്ല എന്നാണ് പലരും പറയുന്നത്. അതോടൊപ്പം തന്നെ ഇവരുടെ കൂടെ ഒരേ കട്ടിലിൽ കിടന്നവർ, ഒപ്പം തന്നെ ഇവരുടെ അടുത്ത മുറിയിൽ കിടന്നവർ, അടുത്ത വീട്ടിലുണ്ടായിരുന്നവരെല്ലാം തന്നെ ഒഴുക്കിൽപ്പെട്ട് എന്ന് കാണാത്തൊരവസ്ഥ. ഇന്നലെ രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന പലരും ഏതാണ്ട് പുലർച്ചയോടുകൂടി കാണാൻ കഴിയാത്ത വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നുപോയ പല ആളുകളും അവരുടെ സങ്കടങ്ങൾ, അവരുടെ വിഷമങ്ങൾ, അവരുടെ അവസ്ഥ എല്ലാം തന്നെ നമ്മോട് വിശദീകരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. പലരും ഈ സാരിയെല്ലാം തന്നെ ഒരു വടമാക്കി ഉപയോഗിച്ച് രക്ഷപ്പെട്ട ആളുകളുണ്ട്. കിട്ടിയ വള്ളി പിടിച്ച് അവിടെ പിടിച്ചു നിന്ന് അങ്ങനെ രക്ഷാപ്രവർത്തകർ എത്തി രക്ഷപ്പെട്ട ആളുകളുണ്ട്. ഇങ്ങനെ ഇത്തരത്തിൽ നിരവധി രീതിയിൽ രക്ഷപ്പെട്ടു വന്ന ആളുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പലരും പറയുന്നത് ഞങ്ങൾക്ക് നിലവിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രം മാത്രമാണുള്ളത്, ഞങ്ങൾ ഇനി എങ്ങോട്ടേക്ക് പോകുമെന്നുള്ളത് പലരും നിസ്സഹായരായി ചോദിക്കുന്നു. അവരോട് നമ്മൾക്ക് എന്ത് പറയാൻ കഴിയുമെന്നുള്ളതാണ് ഇവിടെ സന്ദർശിച്ച മന്ത്രി അടക്കമുള്ള ആളുകൾ പറയുന്നത്. പലരും ഇനി എങ്ങോട്ടേക്ക് പോകാനാകും, അല്ലെങ്കിൽ ഇനി എങ്ങനെ പോകും, ഞങ്ങളുടെ ബാക്കിയുള്ളവരെ എങ്ങനെ കണ്ടെത്താൻ കഴിയും, അവരൊക്കെ എവിടെയുണ്ട് എന്നുള്ള വളരെ ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കും പലപ്പോഴും ശബ്ദമിടറുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇവിടെ ഉള്ള സന്നദ്ധ പ്രവർത്തകരൊപ്പം തന്നെ ഇവിടെ ഇതുവരെ ആരോഗ്യ പ്രവർത്തകർ, ഇതുവരെ പ്രവർത്തനം നടത്തിയിരുന്ന ആരോഗ്യ പ്രവർത്തകരുമാണ്. ഇവരൊക്കെ രാവിലെ മുതൽ തന്നെ പ്രവർത്തനത്തിൽ സജ്ജമായി. ഇപ്പോൾ രക്ഷപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ മൃതദേഹങ്ങളോ എത്താത്ത ഘട്ടത്തിൽ നിലവിൽ റെസ്റ്റ് എടുക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും നിലവിൽ വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തന രീതിയാണ് നമുക്ക് ഈ ആശുപത്രിയിലും പരിസരത്തും കാണാൻ കഴിഞ്ഞത്. ഒരു ആളെ രക്ഷപ്പെടുത്തി ഇങ്ങോട്ടേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ 5 or 6 ആളുകൾ മാത്രം രോഗിയെ അടുത്തേക്ക് പോകുകയും അവരെ ആശുപത്രിയിലേക്ക്, കാഷ്വാലിറ്റിയിലേക്ക് മാറ്റുന്നു. അങ്ങനെ ആംബുലൻസുകൾ തുരുതുരായി വരുന്നവരെല്ലാം തന്നെ ഒരു സമ്മർദ്ദത്തിലാവുകയോ അല്ലെങ്കിൽ പരസ്പരം ഒരു ബുദ്ധിമുട്ടിലാവാത്ത തരത്തിൽ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ അവരെ ആശുപത്രിയിലേക്ക് വളരെ ചിട്ടയായ രീതിയിൽ മാറ്റിയത് മൂലം കൂടി ഒരു പക്ഷേ കൂടുതൽ ആളുകളെ നമുക്ക് മെച്ചപ്പെട്ട ചികിത്സ നൽകാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഏതായാലും നിലവിൽ ഒരു ആംബുലൻസ് കൂടി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ഈ നിലവിൽ അപകടത്തിൽപ്പെട്ട ഏതെങ്കിലും ആളുകൾ വരികയാണോ അതല്ല മറ്റെന്തെങ്കിലും കേസാണോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു വ്യക്തതയില്ല. ഏതായാലും കഴിഞ്ഞ വൈകുന്നേരം സമയം വരെ ആംബുലൻസുകൾ തുടർച്ചയായി വരുന്ന കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചത്. ഒരേ സമയം കാഷ്വാലിറ്റിക്ക് മുൻപിൽ 3 മിനിറ്റ് ആംബുലൻസുകൾ അടക്കം വന്നിരുന്നു. അങ്ങനെ 1 മിനിറ്റിന് 1-2 മിനിറ്റിനകം തന്നെ 3 ആംബുലൻസിലുള്ളവരെയും ഈ കാഷ്വാലിറ്റിയിലേക്ക് മാറ്റുന്നു. ആംബുലൻസുകൾ നീങ്ങുന്നു, അടുത്ത ആംബുലൻസ് വീണ്ടും വരുന്നു. അങ്ങനെ ചിട്ടയായ ഒരു പ്രവർത്തനം, ഒപ്പം തന്നെ ഇത്തരം രീതിയുമാണ് കൂടുതൽ ആളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ പല നാട്ടുകാരായിട്ടുള്ള ആളുകളും സന്നദ്ധ പ്രവർത്തകരും ഈ മൃതദേഹവുമായി ചൂരൽമലയിൽ നിന്നും അല്ലെങ്കിൽ രക്ഷപ്പെട്ട ആളുകളുമായി ചൂരൽമലയിൽ നിന്നും ഒരു ആംബുലൻസ് മുന്നോട്ടേക്ക് വരികയാണെങ്കിൽ അതിനുള്ള ഗതാഗത സൗകര്യങ്ങളെല്ലാം തന്നെ
തന്നെ ഒരുക്കി, ഗതാഗത ഒരുക്കില്ലാത്ത രീതിയിൽ ആ ആംബുലൻസിനെ ഈ മിംസ് ആശുപത്രിയിലേക്ക് വരെ കടത്തിവിട്ട് അങ്ങനെ സുഗമമായ ഒരു രീതി ഒരു സംവിധാനം കൂടി ഒരുക്കാൻ സന്നദ്ധ പ്രവർത്തകരും പോലീസും ഒപ്പം തന്നെ നാട്ടുകാരും എല്ലാം തന്നെ ഇതിന് കൂടെ കൂടിയതും ഈ രക്ഷാപ്രവർത്തനത്തിന് ഏറെ സഹായകമായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. മന്ത്രിമാരടങ്ങുന്ന സംഘം ഇത് പ്രത്യേകമായി എടുത്തു പറയുകയും ചെയ്തു എന്നുള്ളതാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിച്ചത് എന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. പ്രത്യേകിച്ച് വായുസേന അടക്കമുള്ള അവരുടെ സംവിധാനങ്ങൾ, ഒപ്പം തന്നെ കൂടുതൽ സൈന്യം, NDRF ഉൾപ്പെടെയുള്ള സംഘങ്ങൾ കൂടുതൽ എത്തിയതോടു കൂടിയാണ് രക്ഷാപ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് പോയത് എന്ന് തന്നെ നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. ഏതായാലും നിലവിൽ രക്ഷാപ്രവർത്തനം അവസാനിച്ച ഘട്ടത്തിൽ ഇങ്ങോട്ടേക്ക് ആംബുലൻസുകൾ അങ്ങനെ കാര്യമായിട്ടൊന്നും വരുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു രോഗിയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ വരികയാണെങ്കിൽ അവരെ വേണ്ട മെച്ചപ്പെട്ട ചികിത്സ നൽകാനും കാര്യക്ഷമ ചികിത്സ നൽകുന്നതിനും വേണ്ടി നിലവിൽ ആശുപത്രി ഇവിടെ ഇപ്പോഴും സജ്ജമായി തുടരുന്നു. അതോടൊപ്പം തന്നെ മനസ്സിലാവുന്ന സാധ്യമായ എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കുന്നുണ്ട്. അധികൃതരമായുള്ള ഒരുക്കങ്ങളെല്ലാം അവിടെ പൂർത്തിയായിട്ടുണ്ട്. കൂടുതൽ പേർ ആശുപത്രിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരെ പരിചരിക്കേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. ഇപ്പോൾ സമീർ പറഞ്ഞതനുസരിച്ച് ഇനി ആവശ്യമെങ്കിൽ കൂടുതൽ ഈ പറഞ്ഞ പോലെ ICU സൗകര്യങ്ങൾ കൂടി വിപുലപ്പെടുത്തും എന്ന കാര്യം അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ആവശ്യം ഉന്നയിക്കപ്പെട്ടാൽ അത് ചെയ്തു തരാം എന്നാണ് അധികൃതർ ഇപ്പോൾ നൽകിയിരിക്കുന്ന ഉറപ്പ്. അങ്ങനെ എല്ലാ രീതിയിലും ചേർത്ത് പിടിക്കുന്നുണ്ട് വയനാടിനെ കേരളം. പലയിടങ്ങളിൽ നിന്നായി രക്ഷാപ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അപ്പോഴും ഇപ്പോൾ അവിടെ മഴയുണ്ട് എന്നത് ചെറിയ രീതിയിൽ ആക്കുന്നുണ്ട് ആ മേഖലയിലുള്ള ആൾക്കാരെ. രാവിലെ തന്നെ ഈ തെരച്ചിലും ഒപ്പം തന്നെ രക്ഷാദൗത്യവും അത് പുനരാരംഭിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് അധികൃതർ. പക്ഷേ ഈ മഴ ഇത് ഏത് രീതിയിൽ തുടരും എന്നതൊക്കെ അതിനെ ആശ്രയിക്കും എന്ന കാര്യം പറയാതിരിക്കാൻ വയ്യ. ഈ രാത്രി അത് വളരെ ക്രൂഷ്യലാണ്. ഈ മേഖലയിൽ വീണ്ടും ശക്തമായ മഴ ഉണ്ടായാൽ മറ്റ് അപകടങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ അവിടുത്തെ ആൾക്കാർ. പരമാവധി ആൾക്കാരെ ആ മേഖലയിൽ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തെങ്കിലും രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതൽ എന്നോണം അവിടെ നിന്നും ആൾക്കാരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അതിൽ 3000-ലധികം ആൾക്കാരെ മാറ്റി